നമസ്കാരം. തരൂരിന്റെ തള്ളൽ കണക്ക് പോലെ ലോകത്തിൽ ആരും കപ്പൽ കണക്കുകൾ തള്ളിവിടുന്നില്ല. സെലിഗംബ്രെ ആരംഭിക്കുന്നു. നൂറ് കപ്പലുകൾ ക്യൂ നിൽക്കുന്ന കഥ പറഞ്ഞപ്പോൾ സെലിഗംബ്രയുടെ ഒരു സുഹൃത്തുണ്ട്, ദിനേശ് തരൂരിനോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഈ 100 കപ്പലുകൾ പറയുന്നതിൽ ഒരു കപ്പൽ കമ്പനി അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ എങ്കിലും പേര് നിങ്ങൾ പറയുക, ആരാണ് ഇവിടെ അന്വേഷിച്ചു വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. ന്യായമായിട്ട് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നു. തരൂര് മുങ്ങി. തരൂരിന് ഈ കഥ പറഞ്ഞു കൊടുത്തവരും മുങ്ങി. ഇപ്പൊ ആർക്കുമില്ല. 100 കപ്പലുകളുടെ പ്രശ്നമൊക്കെ തീർന്നു. ഇപ്പൊ ഒരു കപ്പലും ഇല്ല. ഇവിടെ ഇത് സംബന്ധിച്ചുള്ള വർധനവ് കാര്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൃത്യം കണക്കുകളാണ് എല്ലാവരും അവതരിപ്പിക്കുന്നത്. അവിടെ ഈ തള്ളലൊന്നും നടക്കുന്നില്ല. നമ്മുടെ ഇവിടുന്ന് എംബസി മേരി ലെസ്ലി പോയത് കോർഫക്കാനിലോട്ടാണ്. ഇപ്പൊ എല്ലാവർക്കും വളരെ പരിചിതമായ പോർട്ടാണ് കോർഫക്കാൻ. ഷാർജയിലെ പോർട്ടാണ് കോർഫക്കാൻ. ഷാർജയിലെ പോർട്ടാണെങ്കിലും അത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ സർവീസ് ഉള്ളത്. അബുദാബി, ദുബായ്, അൽജുബൽ, ദമാം എല്ലായിടത്തെയും സർവീസ് നിലച്ചിരിക്കുന്നു. ഏകദേശം 128 കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. കണ്ടെയ്നർ വെസൽ 128 കപ്പലാണ്. ഇവിടെ കൃത്യമായ കണക്കുകൾ പറയാൻ ഈ പറയുന്ന ഉപരോധത്തിന്റെ ഫലമായി എന്തു സംഭവിച്ചു? ഈ ഖോർഫക്കാൻ, നമ്മുടെ ഇവിടെ നിന്ന് മേരി ലെസ്ലി പോയ ഖോർഫക്കാൻ 4.5 ദിവസം കൊണ്ട് അവിടെ എത്തുന്നു. വളരെ വേഗതയിൽ കാർഗോ എത്തിക്കാനാണ് തീരുമാനം. ഖോർഫക്കാൻ സ്പൈക്ഡ് ഫ്രം an 11,000 TU വീക്ക് ബേസ് ലൈൻ. നേരത്തെ ഒരാഴ്ചയിൽ 11,000 TU ആണ് ആകെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ടു 78,000 TU ഇൻ എ സിംഗിൾ വീക്ക്. ഒരാഴ്ചയിൽ 11,000 ആയിരുന്നത് ഇപ്പോൾ 78,000 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആണുങ്ങൾ കണക്ക് നിരത്തുന്നത്. അല്ലാതെ തലയിൽ മുണ്ടിട്ട് മുങ്ങുന്നതല്ല. കണക്ക് നിരത്തിയാൽ കണക്ക് കൃത്യം തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ആരെയും കാണാനില്ല. ഇവിടെ ഖോർഫക്കാൻ അവരുടെ കണക്ക് പറയുന്നു, ആഴ്ചയിൽ 11,000 TU ഹാൻഡിൽ ചെയ്തിരുന്ന സ്ഥാനത്ത് എത്ര ഇരട്ടിയാണ്? 78,000 TU ആയിട്ട് അത് വർദ്ധിച്ചു. കാരണം മറ്റു പോർട്ടുകൾ, ഗൾഫിനകത്തുള്ള പോർട്ടുകളൊന്നും കപ്പലുകൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഓവർ ടൈം ചെയ്യുകയാണ്. 24 മണിക്കൂറും പരമാവധി അവർ പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ നിന്നും കോർഫക്കാനിലോട്ടും ഫുജറയിലോട്ടാണ് ഇപ്പൊ കപ്പലുകൾ പോകുന്നത്. 128 container ships are currently trapped inside the Persian Gulf, representing over 4,70,000 TU capacity. 4,70,000 TU കപ്പാസിറ്റിയുള്ള 128 കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. 1,16,000 1.16 MTU. അപ്പൊ എത്രയാണ്? 11,60,60,000 per week was the pre-crisis average capacity calling Gulf ports. എല്ലാ പോർട്ടുകളും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാഴ്ചയിൽ ഇപ്പൊ എത്രയാണ്? കോർഫക്കാൻ 78,000 ആണല്ലോ ചെയ്യുന്നത്. എല്ലാ പോർട്ടുകളും കൂടി അവിടെ ചെയ്തിരുന്നത് 11,60,60,000 TU ആണ് ഒരാഴ്ചയിൽ എല്ലാ പോർട്ടുകളും ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 4,89,000 ആയിട്ട് കുറഞ്ഞു. എന്ന് കൃത്യമായിട്ടാണ് അവർ കണക്ക് പറയുന്നത്. 5 ലക്ഷം ഒന്നും പറയുന്നില്ല. 4,89,000 ആയിട്ട് കുറഞ്ഞു. 4,89,000 TU per week is the combined average throughput at all alternative overland connected ports. അവിടെയൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ പകരം വന്നിട്ടുള്ള പോർട്ടുകൾ വഴി ഇപ്പോൾ ഒരാഴ്ച പോകുന്നത് 4,89,000. വലിയ കുറവ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 38% കുറവ് വന്നിട്ടുണ്ട്. ആ 38% കുറവ് എങ്ങനെയാണ് നിർവഹിക്കുന്നതെന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്നൊരു പടം അയച്ചു തന്നു. രസകദളി പഴം 1 കിലോയ്ക്ക് 390 രൂപയാണ് വില. എയർ ഫ്രൈറ്റ് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ സാധനങ്ങളുടെ വില എഴുതി വെച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ വിമാനത്തിലാണിത് വന്നത് എന്നുള്ളത് കൊണ്ട് ആർക്കും തർക്കിക്കാൻ പറ്റില്ല. കപ്പലിൽ വരികയാണെങ്കിൽ താരതമ്യേന വില കുറവായിരിക്കും. ഇപ്പൊ ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വിമാനക്കൂലിയാണ്. അങ്ങനെ 32% സാധനങ്ങൾ ഇപ്പോ വിമാനത്തിലായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് ഈ കണക്കിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി ഈ 4,89,000 ഹാൻഡിൽ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ്
ഓവർലാൻഡ് കണക്റ്റഡ് പോർട്സ് ഏതാണെന്ന് അറിയണ്ടേ? നമുക്കും ചിലപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധം വരേണ്ടി വരും. ജദ്ദ, കിങ് അബ്ദുള്ള. കിങ് അബ്ദുള്ളയിലോട്ട് നമ്മുടെ പോയിട്ടുണ്ട്. റെഡ് സീയിലുള്ളതാണ് 2 പോർട്ടുകൾ, സൗദി അറേബ്യയുടെ ജദ്ദ ആൻഡ് കിങ് അബ്ദുള്ള. പിന്നെ ഉള്ളത് ഒമാന്റെ സലാല, സൊഹർ. പിന്നെ UAEയുടെ ഖുർഫക്കാൻ, ഫുജൈറ. ഇതാണ് ഈ ഓൾട്ടർനേറ്റീവ് പോർട്സ് എന്ന് പറയുന്നത്. മറുവശത്തു കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കാര്യം സാധനം തുടർച്ചയായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറുവശം എന്ന് പറയുന്നത് ടർക്കിയാണ്. മെഡിറ്ററേനിയൻ കടന്ന് ടർക്കിയിൽ വന്നിട്ട് മോസിൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി നമ്മുടെ ഇവിടെ കപ്പൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മോസിൽ നിന്ന് ഇറാഖ് വഴി ഗൾഫിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. അതാണ് ഈ ഓൾട്ടർനേറ്റീവ് ഓവർലാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇസ്കന്ദറൻ ടർക്കിയിലെ മറ്റൊരു പോർട്ടാണ്. പിന്നെ ഉള്ളത് ജോർദാനിലെ അക്കബ പോർട്ട്. ജോർദാൻ ആകുമ്പോൾ കുറച്ചുകൂടെ അടുത്തായി, സൗദി അറേബ്യക്ക് കുറച്ചുകൂടെ അടുത്താണ്. ഇത്രയുമാണ് ഓൾട്ടർനേറ്റീവ് പോർട്ടുകൾ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതിനകത്ത് MSC നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം മോസിൻ, ഇസ്കന്ദറൻ ടർക്കിയിലെ 2 പോർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇറാഖ് വഴിയാണ് അവരുടെ കാർഗോ പോകുന്നത്. പിന്നെ ഉള്ളത് ജദ്ദ, കിങ് അബ്ദുള്ള ഫോർ അതർ ഗൾഫ് ഡെസ്റ്റിനേഷൻസ്. റെഡ് സീ, മെഡിറ്ററേനിയൻ വഴിയാണ് കൂടുതൽ വരുന്നത്. റെഡ് സീയിൽ വന്നിട്ട് ജദ്ദയും കിങ് അബ്ദുള്ളയും വഴി വന്ന് പിന്നെ അബുദാബി പോവാം. റോഡ് മാർഗം അബുദാബി, ദുബായ്, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, വേണമെങ്കിൽ ഇറാഖ്. ദൂരം കൂടുതലാണ്. ലാൻഡ് സൈഡിൽ കൂടെ ട്രക്കും ട്രെയിനും ഒക്കെ പോകുന്നതിന് ദൂരം കൂടുതലാണ്. എന്നാലും സപ്ലൈ ചെയിൻ, ആരോഗ്യ മരുന്നുകൾ, കുടിവെള്ളം തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഈ മാർഗത്തിലൂടെ അവിടെ ഇപ്പോൾ എത്തുന്നുണ്ട്. ഇതാണ് ഓൾട്ടർനേറ്റീവ് റൂട്ട്. ഇതെല്ലാം എന്ത് കൃത്യമായിട്ടാണ് അവർ പറയുന്നത് നോക്കുക. ഈവൻ ഇഫ് ദീസ് ഓൾട്ടർനേറ്റീവ് പോർട്സ് ഓപ്പറേറ്റഡ് ഫ്ലോലെസ്ലി at their maximum historical capacity, they would cover only 62% of the displaced Gulf volumes. നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ 62%, അതാണ് ഞാൻ പറഞ്ഞ 38% മറ്റു മാർഗങ്ങളിലൂടെ, വിമാനം പോലുള്ള മാർഗങ്ങളിലൂടെയാണ് വരുന്നത്. എത്ര തന്നെ പ്രവർത്തിച്ചാലും 62% മാത്രമാണ് ഇപ്പോഴും അവർക്ക് ഈ തുറമുഖങ്ങൾ വഴി എത്തിക്കാൻ കഴിയുന്നുള്ളൂ. ഇവിടെയാണ് നമ്മുടെ തുറമുഖം ഈ പറഞ്ഞതിനകത്ത് ജദ്ദ, കിങ് അബ്ദുള്ള, ഖോർഫക്കാൻ, ഫുജൈറ ഈ 4 പോർട്ടുകളുമായിട്ട് TRVക്ക് ഇപ്പോഴേ സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം MSC ആണ്. MSCക്ക് ഈ പോർട്ടുകളിലെല്ലാം കണക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ സപ്ലൈ ചെയിൻ സിസ്റ്റം ആക്റ്റീവ് ആയതുകൊണ്ട് ഇത്രയും തുറമുഖങ്ങളിൽ ആക്റ്റീവാണ്. അതാണ് MSC മേരി ലെസ്ലി 4.5 ദിവസം കൊണ്ട് ഖോർഫക്കാനിലെത്തിയ കഥ സേലിംഗമിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇതുപോലെ വേണം, ഇങ്ങനെ വേണം നമ്മുടെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തരൂരായാലും തരൂരിന്റെ ഉസ്താദുമാരായാലും ആര് ചോദിച്ചാലും അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ വ്യാഖ്യാനം, കണക്കുകൾ, വസ്തുതകൾ ഇതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ പാർലമെന്റ് ആയാലും അസംബ്ലി ആയാലും പഞ്ചായത്തായാലും അങ്ങനെ പറയാൻ കഴിയുന്നതാണ് മിടുക്ക്. അല്ലാതെ എന്തെങ്കിലും തള്ളി വിട്ടിട്ട് മുങ്ങുന്നതല്ല മാന്യത. സെലിഗമിന്റെ ചില സുഹൃത്തുക്കൾ ഈ ഔട്ടർ ഹാർബർ എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നുന്നു. കഴിഞ്ഞ ന്യൂസ് ലെറ്ററിൽ അതിന്റെ വിശദമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ആ ന്യൂസ് ലെറ്റർ ആവശ്യമുണ്ടെങ്കിൽ അയച്ചു തരാം. കേരള സർക്കാരിനകത്ത് ഭരണകൂടമില്ലാത്ത സമയത്ത്, പ്രത്യേകം ഓർക്കണം, ഗവൺമെന്റ് നിശ്ചലമായിരിക്കുന്നു, രാഷ്ട്രീയ നേതൃത്വം ഇല്ലാത്ത സമയത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ ഔട്ടർ ഹാർബർ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് ഒരു ചർച്ച തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതിനി വളരെ ശക്തമായ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ന്യൂസ് ലെറ്ററിൽ അത്തരം കാര്യങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒരു മെസ്സേജ് അയയ്ക്കുക.